Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു നല്ല സ്റ്റഡി പ്ലാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള. സോ ഈ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിച്ചവസാനിപ്പിക്കാൻ സാധിക്കും, ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും, ഇതാണ് മെജോറിറ്റി കുട്ടികൾ ചോദിക്കുന്നത്. കുറച്ച് വിഭാഗം ചോദിക്കും എങ്ങനെയെങ്കിലും പാസ്സാകാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട ടിപ്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും ടാക്ടിക്സ് ഉണ്ടോ ഒന്ന് പറഞ്ഞു തരൂ. സോ ഇങ്ങനെയുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എങ്ങനെ പാസ്സാകാൻ സാധിക്കും, അതുപോലെ തന്നെ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സബ്ജക്ട് വൈസും ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ കോഴ്സ് MCOM ആണ്. സോ നമുക്ക് എക്സാമിൻ്റെ ടൈം ടേബിൾ ഡേറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് കുട്ടികൾക്ക്. അത് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫെബ്രുവരി 19-ാണ് അറ്റ് പ്രസൻറ്റ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് SDE സ്റ്റുഡൻസിൻ്റെ കോൺടാക്ട് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത് അത് 24-ാണ് ഫിനിഷ് ചെയ്യുന്നത്. സോ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്. സോ 24-ാം തീയതി കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യണ്ടേ? കോൺടാക്ട് ക്ലാസ് അവസാനിക്കുന്നത് 24-ാം തീയതിയാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ, യൂഷ്വലി കോൺടാക്ട് ക്ലാസ് കഴിഞ്ഞിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാറ്. ബട്ട് ഇപ്പോൾ അവർ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി 19-ാം തീയതിയാണ്. BCom ഫസ്റ്റിൻ്റെയും MCOM ഫസ്റ്റിൻ്റെയും ഒരേ ദിവസമാണ് അവർ ഇപ്പോൾ എക്സാമിൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല ഈ ക്ലാസ് കഴിയേണ്ട എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇത് പോസ്റ്റ്പോൺ ചെയ്യുമോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ, പോസ്റ്റ്പോൺ ചെയ്താലും അത്രത്തോളം കൂടുതൽ ദിവസമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ബിക്കോസ് 24-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം, ഇപ്പോൾ വളരെ കുറച്ച് ദിവസമല്ലേ, ഒരു 7 ദിവസം കൂടുതൽ മേ ബി കിട്ടാം. ഇനിയിപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ലേ ഇവരതിനേക്കാൾ മുമ്പ് വേറെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. അറ്റ് പ്രസൻറ്റ് നമ്മുടെ ഒരു തോട്ടാണ് 24-ാം തീയതി SDയുടെ കോൺടാക്ട് ക്ലാസ് കഴിയുന്നത് കൊണ്ട് നമുക്ക് ഒരു 5-6 ദിവസം വേണമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും അധികം ദിവസമൊന്നുമില്ല. അറ്റ് പ്രസൻറ്റ് നമുക്ക് 19-ാം തീയതി തന്നെ എക്സാം ആണ് എന്ന് കരുതി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 3 ആഴ്ച ആ ഒരു ഡേയ്സ് മനസ്സിൽ വെച്ച് നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് പഠിക്കാനുള്ളത് 5 സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് സെമസ്റ്ററിൽ. 2 പ്രോബ്ലം പേപ്പേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. 3 തിയറി പേപ്പേഴ്സ് ബിസിനസ് എൻവയോൺമെൻറ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ്, മാനേജ്മെൻറ്റ് തിയറി ആൻഡ് OB. ഇങ്ങനെ 5 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നിസ്സംശയം പറയാൻ സാധിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് QT, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രോബ്ലം പേപ്പേഴ്സ് പഠിച്ച് അവസാനിപ്പിക്കാൻ തന്നെയാണ്. കാരണം എന്തെങ്കിലും നമുക്കൊരു അരിയറോ എന്തെങ്കിലും വരികയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് വീണ്ടും പഠിച്ച് പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ. ദെൻ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമുക്കിവിടെ പാസ്സാക്കണമെങ്കിൽ ഗ്രേഡാണ്, വെയിറ്റേജ് സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 180 മാക്സിമം വെയിറ്റ്, അതിലൊരു 60 ആണ് മിനിമം എക്സ്റ്റേണലിൽ പാസ്സാകാൻ വേണ്ടേ. എക്സ്റ്റേണൽ മിനിമം 60 കിട്ടിയാലേ നമുക്ക് പാസ്സാകാൻ സാധിക്കുള്ളൂ. സോ അതല്ലാണ്ട് ഇൻറ്റേർണലും കൂടിയിട്ടുള്ള ടോട്ടൽ മാർക്സിലല്ല പാസ് മാർക്ക് തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സിലോട്ട് കൂടുതൽ എന്തായാലും ആദ്യം ഫോക്കസ് ചെയ്ത് പഠിച്ചിരിക്കണം. തിയറി ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു ടൈം ടേബിൾ വെച്ച് പഠിക്കുമ്പോൾ എപ്പോഴും പ്രോബ്ലം പേപ്പേഴ്സിന് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് അത് വെക്കരുത്. തിയറി നമുക്കിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് മാറ്റിയാലും അവിടെ ഒരു പ്രശ്നം അത്രത്തോളം കുട്ടികൾക്ക് വരാറില്ല. അപ്പോൾ നമുക്ക് ഒരു 3 വീക്സ് ആണ്
മാക്സിമം ഇപ്പോൾ ഒരു 24 ദിവസമൊക്കെയാണ് 19-ാം തീയതി ആണെങ്കിൽ നമുക്ക് മുമ്പിൽ ഉള്ളത്. എന്നാലും നമുക്കൊരു 22 days ആണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ ഏത് രീതിയിൽ നമ്മൾ പഠിക്കണം, അതാണ് നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ സജഷൻ. അപ്പോൾ റിവിഷനുള്ള സമയമില്ല, ബട്ട് നമുക്ക് റിവിഷൻ വേണം. ബിക്കോസ് റിവിഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും അതിൽ എക്സ്പേർട്ട് ആവും എന്നുള്ളതാണ്, അല്ലേ? ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ. അപ്പോൾ സമയം കുറച്ചും നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ കൂടുതലുണ്ടാവുമ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സജഷനാണ്, കുട്ടികൾ അത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, പ്രോബ്ലം പേപ്പേഴ്സ് നിങ്ങൾക്ക് ആദ്യം തന്നെ പഠിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ QT പേപ്പർ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇത് പഠിക്കേണ്ട ഒരു രീതി നമുക്ക് റിവിഷൻ കിട്ടേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഈ പ്രോബ്ലം പേപ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് ഈവനിങ് ടൈമിലായിരിക്കണം. അപ്പോൾ നമുക്കൊരു 22 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ നിങ്ങൾ ഈവനിങ് ടൈമിലായിരിക്കണം നിങ്ങളുടെ പഠനം, നിങ്ങൾ ഈ പ്രോബ്ലം പേപ്പേഴ്സിന് കൊടുക്കണ്ടേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഒരു 7:30. ഇപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അത് നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും ഇനി എക്സാമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. SD സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്നത്, റെഗുലർ സ്റ്റുഡൻസിന് നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ഈവനിങ്ങിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഇപ്പോൾ ചില കുട്ടികൾക്ക് രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ കൺവീനിയൻസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമാണ് ഞാൻ പറയാം. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ട് പഠിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ പറയുന്നത് ഒരു മിനിമം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് രാത്രി പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ ട്രൈ ചെയ്യുക. അക്കൗണ്ടിങ് അതുപോലെ തന്നെ QT സബ്ജക്ട്സിന് വേണ്ടിയിട്ട് രാത്രി തിയറിയിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം പേപ്പേഴ്സ് ഈ രാത്രി നോക്കി നമുക്കൊരു 10 മണി വരെ 10:30 11 മണി ആ ഒരു ടൈമിൽ നമ്മൾ പഠനം അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ ലേറ്റായിട്ട് തുടങ്ങിയ ആൾക്കാർ അതനുസരിച്ച് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്തു. ദെൻ നിങ്ങൾ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ ഈ തലേ ദിവസം ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് മറ്റ് കാര്യങ്ങളും പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ റിവിഷൻ. അപ്പോൾ തലേ ദിവസം പഠിച്ച ഒരു കാര്യം പിറ്റേ ദിവസം നമ്മൾ എണീറ്റ് അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നടത്തുകയാണെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് ഉൾക്കൊള്ളാനും മറക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുള്ളതാണ്. സമയമില്ലെങ്കിലും റിവിഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം പേപ്പേഴ്സിന് ഈ രീതിയിൽ കൊടുക്കുക. രാത്രി പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഉറക്കം വരാനുള്ള സാധ്യത കുറവാണ്. പ്രോബ്ലംസ് പഠിക്കുമ്പോൾ അധികം കുട്ടികൾക്ക് ഉറക്കമൊന്നും വരില്ല. തിയറി വായിക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുക. അപ്പോൾ പ്രോബ്ലംസ് പഠിക്കാൻ ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടൻസ് എപ്പോഴും ഇതിന് കൊടുക്കണം. നമുക്ക് ചെയ്ത് കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്ട്സ് ആണത്. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും. ദെൻ പിന്നെ പറയാനുള്ളൊരു കാര്യം, ഒരു കാരണവശാലും കാട് കയറി ചിന്തിച്ച് പഠിച്ച് അവസാനിപ്പിക്കാൻ പോകരുത്. ഒരു ബുക്ക് എടുത്തു, കറക്റ്റ് പേജിൻ്റെ ഓർഡറിലല്ല നിങ്ങൾ പഠിക്കണ്ടേ. ഞാൻ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടിനുള്ള വീഡിയോസ് നൽകുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോസ് ഓൾറെഡി ചാനലിൽ ഉണ്ടായിരിക്കും. പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് അത് നോക്കാം. ദെൻ നമ്മൾ ചാനലിലൂടെ ഈ വീക്ക് തന്നെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ ബേസിൽ വേണം നിങ്ങൾ പഠിക്കാൻ. അതല്ലാണ്ട് ഒരു അന്തം കുന്തില്ലാണ്ട് ഈ പറഞ്ഞ പോലെ ബുക്ക് എടുത്ത് കറക്റ്റ് ഓർഡറിൽ പഠിച്ചു പോകുന്നൊരു പരിപാടി പാടില്ല. നമുക്ക് പിന്നെ 2 വെയിറ്റേജ് അതുപോലെ തന്നെ 3 വെയിറ്റേജ് 5 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. സോ അതിന് സ്കോപ്പുള്ള ചോദ്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുക. പ്രോബ്ലംസ് എത്രത്തോളം ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നത് എങ്കിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറയും. അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോയിൽ പറയും. ആ ചോദ്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. സോ ഈ അപ്രോച്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മാർട്ടായിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രോബ്ലം പേപ്പേഴ്സ് തലേദിവസം പഠിച്ച് കാലത്തൊരു അരമണിക്കൂർ കൊണ്ടത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിവിഷനും നടന്നു അവിടെ, അല്ല ഉറക്കത്തിൽ പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഇത് നോക്കുകയാണ്, റിവിഷനും നടന്നു,
പിന്നെ നമ്മൾ മറക്കൂല എന്നുള്ളതാണ്. 2 കാര്യങ്ങളും അവിടെ നടന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രോബ്ലം പേപ്പേഴ്സിൽ തിയറിയുടെ ആസ്പെക്റ്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. പല ടോപ്പിക്കുകളും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലംസും നമുക്ക് തിയറിയും കൂടി നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി തിയറി, പ്യുവർ തിയറി പേപ്പേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് SD സ്റ്റുഡൻസിൻ്റെ കേസിലൊക്കെയാണ് ജോലിക്ക് പോയി പഠിക്കുന്ന കുട്ടികൾ. അല്ലാത്ത റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റഡി ലീവൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പകല് ഇപ്പോൾ കാലത്ത് എണീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു റിവിഷനൊക്കെ ശേഷം നിങ്ങൾക്ക് പകല് കുറച്ച് സമയം കിട്ടുന്നുണ്ടാവുമല്ലോ. സോ ആ ഒരു സമയം നിങ്ങൾ തിയറി പേപ്പേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. തിയറി പേപ്പേഴ്സ് കൂടുതൽ പകല് പഠിക്കാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ ശനി ഞായറൊക്കെ ലഭിക്കുന്ന സമയത്ത് തിയറി പേപ്പേഴ്സ് പഠിക്കുക. തിയറി പേപ്പേഴ്സ് പഠിക്കുമ്പോൾ ഒരു പ്രശ്നം, പകല് നിങ്ങൾ ഏത് പേപ്പർ പഠിക്കുകയാണെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഒരുപാടായിരിക്കും. ചിലപ്പോൾ കോൾസ് വരും ഒരുപാട് ആൾക്കാരുടെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി ഞാൻ പ്രോബ്ലം പഠിക്കാൻ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ അനക്കം ഇതൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. സോ നമ്മളിപ്പോൾ 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ 2.5 മണിക്കൂർ കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടണം. നേരെ കുറച്ച് പകലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2.5 മണിക്കൂർ ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചിലപ്പോൾ 1 മണിക്കൂറാണ് ഇഫക്റ്റീവായിട്ട് ലഭിക്കുള്ളൂ. സോ തിയറി, ഇത് പ്രോബ്ലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈം അതിന് വേണ്ടി മാറ്റിവെക്കാൻ പറയുന്നത്. തിയറി നിങ്ങൾ പകൽ കൂടുതൽ പഠിക്കുക. ഇനി തിയറി പേപ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടിയും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലുള്ള പേപ്പേഴ്സാണ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്. OB മാനേജ്മെൻറ്റ് നിങ്ങൾ പിന്നെയും മാനേജ്മെൻറ്റിൻ്റെ പല കാര്യങ്ങളും ഡിഗ്രിക്ക് അതുപോലെ തന്നെ +1 +2 പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലാവുണ്ടോ? OBയുടെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് പിന്നെയും തീരെ ടച്ച് ഇല്ലാണ്ട് വരുന്നത്. ബട്ട് ഇതൊക്കെ പറഞ്ഞാലും എന്താണെന്നറിയില്ല, പലപ്പോഴും കുട്ടികൾക്ക് അരിയർ കിട്ടുന്ന ഒരു പേപ്പറാണ് OB. അത് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാണ്ടാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ടൈമുകൾ ഉള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പേപ്പറും എൻവയോൺമെൻറ്റിൻ്റെ പേപ്പറും. OB ആണ് പിന്നെ വരുന്നത്. സോ ഈ 3 തിയറി പേപ്പേഴ്സിനും ഞാൻ പറഞ്ഞു പഠിക്കാൻ നിങ്ങൾ മോർണിംഗ് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ സെഷനൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ ആ ടൈമൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ബിക്കോസ് നമ്മുടെ മുമ്പിൽ ഇനി ഉള്ളത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. സോ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഈ 5 പേപ്പേഴ്സും പ്രോപ്പറായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. സോ നമ്മുടെ ഉള്ള ദിവസങ്ങളുടെ ബേസിൽ നോക്കുമ്പോൾ ഒരു പേപ്പറിന് നമുക്ക് ഏകദേശം ഒരു 5 ദിവസമാണ് നമുക്ക് മാറ്റി വയ്ക്കാനുള്ളത്. ഇപ്പോൾ 19ൻ്റെ എക്സാം കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5 ദിവസം വെച്ചിട്ട് നോക്കാം. സോ 5 × 5 25 ഡേയ്സ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പേപ്പേഴ്സും പ്രോപ്പറായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പേപ്പർ മൊത്തം അവസാനിപ്പിക്കാൻ 5 ദിവസം എടുക്കരുത്. ദെൻ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാരണവശാലും ഒരു പേപ്പർ തന്നെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. ഇപ്പോൾ തലേ ദിവസം ഇന്ന് രാത്രി നമ്മൾ QT പേപ്പർ പഠിച്ചു, അതിൻ്റെ റിവിഷൻ കാലത്ത് നടത്തി. ദെൻ അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് വേറൊരു തിയറി പേപ്പർ ആയിരിക്കണം. കോർപ്പറേറ്റ് ഗവേണൻസ് എടുത്ത് നോക്കിക്കുക, അല്ലെങ്കിൽ OB പഠിച്ചു. ദെൻ OB മോർണിംഗ് ആണ് നോക്കിയെങ്കിൽ പിന്നെ വൈകിട്ട് വേറൊരു പ്രോബ്ലം പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ ആഫ്റ്റർനൂണോ അതുപോലെ തന്നെ ഈവനിങ് സെഷനിലും നിങ്ങൾ മറ്റൊരു തിയറി പേപ്പറിലോട്ട് ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 3 നേരം വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വ്യക്തമായിട്ടുള്ളൊരു എയിം വെച്ച് ടൈം ടേബിൾ വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാലൊരു 3 നേരം, വൈകിട്ടൊരു ടൈം, മോർണിംഗിലൊരു അരമണിക്കൂർ റിവിഷൻ, അതിനുശേഷം നമ്മുടെ കൂളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിന് മാറ്റി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് സെഷൻ മറ്റൊരു പേപ്പറിന്. കാരണം പകല് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇരുന്നാലും അത് ഇഫക്റ്റീവ് ആവുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള ടൈം പകല് 2 പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ടും ആഫ്റ്റർനൂണും മോർണിംഗും ഒക്കെ കൂടിയിട്ട് ദെൻ ഈവനിങ്ങിൽ പ്രോബ്ലം പേപ്പേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് മാറി മാറി പഠിക്കുക എന്നുള്ളതാണ്. ഒരു 5 ഡേയ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ദെൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ബുക്ക് എടുത്ത് ഒരു ഓർഡറിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല.
സ്മാർട്ടായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഓരോ പേപ്പറിലും എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറയും. അതനുസരിച്ച് പഠിക്കുക. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പഠനം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ മുമ്പുള്ള വർഷത്തിൽ ഞാൻ ഈ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. പെട്ടെന്ന് തുടങ്ങാൻ ഞാൻ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഓരോ പേപ്പർ വൈസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ മറ്റൊരു കാര്യം കുട്ടികൾ ചോദിക്കുന്നതാണ്, ഇപ്രാവശ്യത്തെ എക്സാം എഴുതാൻ സാധിച്ചില്ല എന്നൊക്കെയാണ്. പല കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ എക്സാം എഴുതാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? നിങ്ങൾ നിർബന്ധമായ എക്സാം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ മാത്രമേ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് സപ്ലിമെൻ്ററി വരുമ്പോൾ അതിൻ്റെ കൂടെ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ സപ്ലി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഇനിയുള്ള ദിവസം നമ്മൾ നല്ല രീതിയിൽ ഫുൾ ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ദെൻ മിനിമം പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലുള്ള ഫുൾ ടിപ്സും നമ്മുടെ ചാനലിലൂടെ ഉണ്ട്. ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ ഞാൻ പാസ്സാക്കിയിരിക്കും. ഓക്കെ, എന്നാലും നിങ്ങളുടെ കണ്ണ് ഏറ്റവും കൂടുതൽ പോകേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ്? QT, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടതായിട്ട് വരും. തിയറി പേപ്പേഴ്സ് ഞാൻ പറഞ്ഞു മോർണിംഗ് പഠിച്ച് ഈ ഓരോ ദിവസത്തിനും നിങ്ങൾ ഒരു ടൈം 5 ദിവസം വെച്ചിട്ട് നിങ്ങൾ ലോക്കേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പോസിബിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഈ സമയമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മോർണിംഗ് അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ, ഈവനിങ് ഇതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ജോലിക്ക് പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക് ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ബുക്ക് എടുക്കുക, പഠിക്കുക. ഞാൻ ജോലി കിട്ടി കഴിഞ്ഞിട്ടും ഒരുപാട് കോഴ്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എപ്പോൾ ടൈം കിട്ടുന്നു പുതിയ കോഴ്സ് പഠിക്കുമ്പോൾ അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ MCOM ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും പല കുട്ടികളും പറയാറുണ്ട് ആഫ്റ്റർനൂൺ എനിക്ക് പഠിക്കാൻ സാധിക്കില്ല, ഞാൻ ഉച്ചയ്ക്കാണ് എൻ്റെ പഠനം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു ടൈം നമ്മൾ വയ്ക്കാറില്ല. അപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആ സമയത്തിന് നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം? എപ്പോൾ നമുക്ക് ടൈം ഉണ്ടോ ഒപ്പിരിക്കുക, നമ്മുടെയാണ് ആവശ്യം. സോ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഒന്നും നോക്കണ്ട, കുത്തിരുന്ന് പഠിക്കന്നെ. ഓക്കെ, ദെൻ കുറേ നാളായിട്ട് ബുക്ക് ടച്ച് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നിങ്ങൾ പതുക്കെ പരിപാടി ആരംഭിക്കുക. 1-2 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സബ്ജക്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. കൺസെപ്ച്വലൈസ് ചെയ്ത് മാത്രം പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കരുത്. ഒരു കാര്യമില്ല ബൈ ഹാർട്ട് പഠിച്ചിട്ട്. ഡിഗ്രിക്കൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ പരിപാടി ഒന്നും ഇവിടെ വേവണമല്ല. നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ ഇനി ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ അവിടെ ജോയിൻ ചെയ്യാം. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ഉള്ളതാണ്. ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. സോ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക.